ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയാം, നിങ്ങളെ എവിടെയാണോ പരാജയപ്പെട്ടത് അവിടെ നിങ്ങളെ സ്ഥിരപ്പെടുത്തു ദൈവം. നിങ്ങളെ എവിടെയാണോ മണ്ടൻ എന്ന് വിളിച്ചത്, കൊള്ളരുതാത്തവനാന്ന് വിളിച്ചത്, അവിടെ തന്നെ ദൈവം നിങ്ങളെ സ്ഥിരപ്പെടുത്തും. നിങ്ങളുടെ അകത്തുള്ള നിക്ഷേപം അതാ, ക്രിസ്തുയേശുവിലുള്ള സാധ്യത അതാ. ക്രിസ്തുയേശുവിലുള്ള സാധ്യത എന്ന് പറയുന്നത് പരാജയം നമ്മുടെ മനസ്സിൽ പോലും വരാൻ പാടില്ല. വെണ്ണീരിന് പകരം അലങ്കാരമാണ്. ഇന്നലെ ഒരു കുടുംബം എന്നോട് സംസാരിച്ച് പറഞ്ഞു, എല്ലാം തകർന്ന തരിപ്പണമായിരിക്കുക. ഞാൻ പറഞ്ഞു, ഇനി ആ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റും. നമ്മുടെ സ്വന്തം ബുദ്ധിയാലും, രണ്ട് ശരിക്കുള്ള വചനം കേൾക്കാതിരുന്നാലും ഇതൊക്കെ തരിപ്പണമാകും. കാര്യം പിന്നെ നമ്മൾ റെസിസ്റ്റ് ചെയ്യത്തില്ല പിശാച്. ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെട്ട് കറങ്ങിയട്ടി നിൽക്കുമ്പോൾ ദൈവം ശോധന ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ എതിരെ പ്രാർത്ഥിക്കാൻ പറ്റും. ചിലർ പറയും അത് രോഗം ദൈവം തന്ന, അങ്ങനെയാണ് ആശുപത്രി പോയത്. ഏതായാലും ദൈവം തന്നല്ലേ, പിടിച്ചു വെച്ചോണം. അത് ഒരു വശം പറയും ദൈവ രോഗം തന്നെന്നും, എന്നിട്ട് ആ കുത്തിവെക്കാനും കൂടെ പോകും. ഇത് രണ്ടും കൂടെ നടക്കത്തില്ല. ദൈവം തന്ന രോഗമാണ്, ലോകത്തിലെ ഒരു മരുന്നിനും അതിനെ സൗഖ്യമാക്കാൻ പറ്റത്തില്ല. ദൈവം അല്ല ഇതിന്റെ ഓത്തർ.